നമസ്കാരം സുഹൃത്തുക്കളെ. നിങ്ങളുടെ ജീവിതം തകർന്നു പോകാനുള്ള ഏറ്റവും വലിയ കാരണം നിങ്ങളുടെ ശത്രുക്കളല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം നാവാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം തുടങ്ങുന്നത് അവൻ തന്റെ ബലഹീനതകളും സ്വപ്നങ്ങളും ബന്ധങ്ങളും രഹസ്യങ്ങളും ലോകത്തോട് വിളിച്ചു പറയാൻ തുടങ്ങുമ്പോഴാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവന്റെ പരാജയം ഉറപ്പാണ്. ഇന്നത്തെ ലോകത്ത് നിങ്ങളുടെ ചിരിയിൽ പോലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവരും നിങ്ങളുടെ സന്തോഷത്തിൽ അസൂയപ്പെടുന്നവരും ആണുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് നിങ്ങളെ പിടിച്ചു കുലുക്കാനോ കഴിയരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വരാൻ പോകുന്ന കുറച്ചു മിനിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു വരമായിരിക്കും. കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഏത് സാഹചര്യത്തിലും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും മറച്ചു വെക്കേണ്ട 10 കാര്യങ്ങളെ കുറിച്ചാണ്. ഇവ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ഭാരതീയ ഇതിഹാസങ്ങൾ പറയുന്നത് പവിത്രമായ ജ്ഞാനം എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കപ്പെടണം എന്നാണ്. പ്രപഞ്ചം തന്നെ അതിന്റെ വലിയ സത്യങ്ങളെ മറച്ചു വെക്കുന്നു. ആ പുരാതന വിവേകത്തിന്റെ ചുവട് പിടിച്ച് ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു പദ്ധതി അത് പൂർത്തിയാക്കുന്നത് വരെ വാക്കുകളാൽ വെളിപ്പെടുത്തരുത്. ഒന്നാമതായി, മോശം കൂട്ടുകെട്ടുകൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, മനുഷ്യൻ ഒറ്റയ്ക്കാകുമ്പോൾ വീഴുന്നതിനേക്കാൾ കൂടുതൽ തെറ്റായ ആളുകളുടെ കൂടെ ചേരുമ്പോഴാണ് വീണു പോകുന്നത്. കുട്ടിക്കാലം മുതൽ നമ്മുടെ അമ്മമാർ പറയാറുണ്ട്, മോശം കൂട്ടുകെട്ടിൽ പെടരുത്, അല്ലെങ്കിൽ നിന്റെ ഭാവി ഇരുളടഞ്ഞു പോകുമെന്ന്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആളുകൾ ഇതിനെ നിസ്സാരമായി കാണുന്നു. ചാണക്യൻ പറയുന്നു, തെറ്റായ കൂട്ടുകെട്ട് ഏറ്റവും അപകടകരമായ വിഷമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ 4 സുഹൃത്തുക്കൾ മടിയന്മാരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് അധ്വാനിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാം മദ്യപിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം നിങ്ങളും നിർബന്ധിതരായി അത് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ 4 കൂട്ടുകാർ എപ്പോഴും ഒഴിവ് കഴിവുകൾ പറയുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഒഴിവ് കഴിവുകൾക്ക് ബലിയാകും. നിങ്ങൾ എത്ര ശക്തനാണെങ്കിലും തെറ്റായ കൂട്ടുകെട്ട് നിങ്ങളെ സാവധാനം ഉള്ളിൽ നിന്ന് പൊള്ളയാക്കും. ഇനിയൊന്ന് നിന്ന് ആലോചിക്കൂ, നിങ്ങളുടെ സമയവും ഊർജവും ലക്ഷ്യം എന്നിവ നശിപ്പിക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഓർക്കുക, ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു: മോശം ആളുകളുടെ സഹവാസം നരകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു. കഠിനാധ്വാനികളായിട്ടും പലരും വിജയിക്കാത്തതിന്റെ യഥാർത്ഥ കാരണവും ഇത് തന്നെയാണ്. രണ്ടാമതായി, നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും മറച്ചു വെക്കുക. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ചെറിയ പുതിയ ഐഡിയ വന്നാലുടനെ സോഷ്യൽ മീഡിയയിൽ ഇടും, ഞാൻ അത് ചെയ്യാൻ പോകുന്നു, ഇത് ചെയ്യാൻ പോകുന്നു എന്ന്. എന്നാൽ സത്യം എന്തെന്നാൽ, സ്വപ്നം സഫലമാകുന്നത് വരെ അത് വെളിപ്പെടുത്തുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ചാണക്യൻ പറഞ്ഞിരുന്നു, പദ്ധതികൾ പൂർത്തിയാക്കുന്നത് വരെ രഹസ്യമായി സൂക്ഷിക്കുക. കാരണം സ്വപ്നങ്ങൾ വളരെ ലോലമാണ്. ആളുകൾ അത് തകർക്കാൻ 1000 കാര്യങ്ങൾ പറയും. എന്റെ ഒരു സുഹൃത്ത് താൻ ബിസിനസ് തുടങ്ങാൻ പോകുകയാണെന്ന് എല്ലാവരോടും പറഞ്ഞു. ബന്ധുക്കൾ പറഞ്ഞു, നിനക്ക് കയ്യിൽ പണമില്ലല്ലോ. സുഹൃത്തുക്കൾ പറഞ്ഞു, നിന്നെ കൊണ്ടതിന് കഴിയില്ല. ഫലമോ, അവൻ ബിസിനസ് തുടങ്ങുകയേ ചെയ്തില്ല. സുഹൃത്തുക്കളെ ഓർക്കുക, സ്വപ്നങ്ങളെ ആദ്യം അധ്വാനത്തിന്റെ മണ്ണിൽ നനച്ചു വളർത്തുക. അവയുടെ വേരുകൾ ബലപ്പെടുത്തുക. മരം കായ്ക്കാൻ തുടങ്ങുമ്പോൾ മാത്രം ലോകത്തെ കാണിക്കുക. 3, നിങ്ങളുടെ ബലഹീനതകൾ മറച്ചു വെക്കുക. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവൻ തന്റെ ബലഹീനത ലോകത്തോട് പറയുന്നതാണ്. ഇന്ന് നിങ്ങൾ ഒരാളോട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് പറഞ്ഞാൽ ഓർത്തു വെച്ചോളൂ, അടുത്ത തവണ അയാൾക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണമെങ്കിൽ അയാൾ ആദ്യം നിങ്ങളുടെ ആ ദേഷ്യം ഇളക്കി വിടും. ചാണക്യൻ ഇതിൽ ഇപ്രകാരം പറയുന്നു: ബലഹീനത ഒരിക്കലും വെളിപ്പെടുത്തരുത്. കാരണം ഈ ബലഹീനത മറ്റുള്ളവരുടെ ഏറ്റവും വലിയ ആയുധം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബലഹീനത, അത് ഭയമാകട്ടെ, മടിയാകട്ടെ, ദേഷ്യമാകട്ടെ, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുക. പക്ഷെ അത് ആരോടും പറയരുത്.
ഓർക്കുക, നിങ്ങളുടെ ബലഹീനത നിങ്ങളുടെ സ്വകാര്യ സ്വത്താണ്. അത് സൂക്ഷിച്ചു വെക്കുക, മറച്ചു വെക്കുക. നാലാമതായി, നാവാണ് ഏറ്റവും അപകടകരമായ ആയുധം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സംസാരമാണ് നിങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കി തരുന്നത്. അതുതന്നെയാണ് നിങ്ങൾക്ക് ശത്രുക്കളെയും ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത്, ബുദ്ധിമാൻ എപ്പോഴും കുറച്ചു മാത്രമേ സംസാരിക്കൂ. കാരണം വാക്കുകൾ ഒരിക്കൽ പുറത്തു പോയാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര തവണ ദേഷ്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയി പിന്നീട് ദുഃഖിച്ചിട്ടുണ്ട്? എത്ര തവണ നിങ്ങളുടെ പദ്ധതി, സ്വപ്നം അല്ലെങ്കിൽ രഹസ്യം സ്വന്തം നാവും കൊണ്ട് പറഞ്ഞുപോയി പിന്നീട് ആ വാക്കുകൾ നിങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കപ്പെട്ടു? ചാണക്യൻ പറയുന്നു, മണ്ടനെ അവന്റെ വാക്കുകൾ കൊണ്ട് തിരിച്ചറിയാം, ബുദ്ധിമാനെ അവന്റെ മൗനം കൊണ്ടും. കുറച്ച് സംസാരിക്കുന്നതിന്റെ ശക്തി വളരെ വലുതാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങളുടെ എതിരാളിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഏതൊക്കെ തവണ നിങ്ങളുടെ അഭിപ്രായം, രഹസ്യ പദ്ധതി എന്നിവ എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിച്ചാലും നിങ്ങൾ നിങ്ങളുടെ ചീട്ടുകൾ തുറന്നു കാണിക്കുകയാണ്. എന്നാൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല. ഓർക്കുക, മൗനം മണ്ടനെ ബുദ്ധിമാനാക്കുന്നു. അനാവശ്യ സംസാരം ബുദ്ധിമാനെ മണ്ടനായും തെളിയിക്കുന്നു. അഞ്ചാമതായി, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ. ലോകത്തിന്റെ അഭിപ്രായം ഇന്ന് മാറിയേക്കാം, എന്നാൽ നിങ്ങളുടെ പ്രവൃത്തിയും അതിന്റെ ഫലവും എപ്പോഴും നിലനിൽക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ചാണക്യൻ അന്ന് ജനങ്ങളുടെ സംസാരത്തെ ഭയപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ശക്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം വിമർശനങ്ങളെ പിന്നിലാക്കി തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നും അനശ്വരമായിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ലോകത്തിന്റെ വായടയ്ക്കുക എളുപ്പമല്ല. എന്നാൽ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം അവന്റെ ദൃഢനിശ്ചയമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഈ ശക്തി ഉണർന്നാൽ ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ഇനി സ്വയം ചോദിക്കൂ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്, അതോ ഇപ്പോഴും ലോകത്തിന്റെ അഭിപ്രായങ്ങളുടെ ഭാരത്തിന് കീഴിലാണോ? അങ്ങനെയാണെങ്കിൽ ഇത് എഴുന്നേൽക്കാനുള്ള സമയമാണ്. കാരണം കടന്നു പോകുന്ന ഓരോ നിമിഷവും ഒരിക്കലും തിരികെ വരില്ല. ആറാമതായി, നിങ്ങളുടെ പരാജയത്തിന്റെ വേദന മറച്ചു വെക്കുക. പരാജയത്തിന്റെ വേദനയാണ് നിങ്ങളുടെ ഉള്ളിലെ തീ. നിങ്ങൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞു തീർത്താൽ ആ തീ അണഞ്ഞു പോകും. എന്നാൽ അത് മറച്ചു വെച്ചാൽ ആ തീ നിങ്ങൾക്ക് ചരിത്രം സൃഷ്ടിക്കാനുള്ള ശക്തി നൽകും. ഓർക്കുക, പരാജയത്തെ ആയുധമാക്കുന്നവനാണ് യഥാർത്ഥ വിജയി. ഒരു കഥ കേൾക്കൂ. ചന്ദ്രഗുപ്തൻ ആദ്യത്തെ യുദ്ധത്തിൽ തോറ്റപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. ഈ പയ്യന് രാജാവാകാൻ യോഗ്യതയില്ല എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. എന്നാൽ ചാണക്യൻ അദ്ദേഹത്തെ പഠിപ്പിച്ചത് ഇതാണ്: നിന്റെ തോൽവി ആരെയും കാണിക്കരുത്, അത് നിന്റെ ഉള്ളിലെ തീയായി മാറ്റുക. ഒരു ദിവസം ആ തീ നിന്റെ ശത്രുക്കൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത കിരീടം നിനക്ക് നേടിത്തരും. അത് തന്നെ സംഭവിച്ചു. ആ ആദ്യത്തെ തോൽവി ചന്ദ്രഗുപ്തന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറി. കാരണം ആ പരാജയത്തെ അദ്ദേഹം ലോകത്തിൽ നിന്നും മറച്ചു വെച്ച് സ്വന്തം ഉള്ളിലെ ഊർജമാക്കി മാറ്റി. സുഹൃത്തുക്കളെ, ഇതിൽ നിന്നുള്ള പാഠം ഇതാണ്: പരാജയങ്ങളെ രഹസ്യമാക്കുക, തെറ്റുകളിൽ നിന്ന് പഠിക്കുക. തിരിച്ചു വരുമ്പോൾ ലോകം അത്ഭുതപ്പെടണം. ഓർക്കുക, ആളുകൾ നിങ്ങളുടെ വിജയത്തിൽ കൈയടിക്കും, പക്ഷേ പരാജയത്തിൽ ചിരിക്കും. അതുകൊണ്ട് നമ്മുടെ തോൽവിയെ നെഞ്ചിൽ ഒളിപ്പിച്ചു വെക്കുക. വിജയിക്കുന്ന ദിവസം അതിനെ ഒരു ഹീറോയെ പോലെ പുറത്തെടുക്കുക. 7. കോപം നിയന്ത്രിക്കാൻ ശീലിക്കുക. മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വിജയത്തിനു പകരം നമ്മൾ നമ്മുടെ വർത്തമാനകാലത്തെ പോലും കത്തിച്ചു കളയുമെന്ന് ഈ നീതി നമ്മളെ പഠിപ്പിക്കുന്നു. ആലോചിക്കാതെ സംസാരിക്കുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് സ്വന്തം ആളുകളെ ആണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പിന്നീട് ആ വ്യക്തി തന്നെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നു. ഇനി ജീവിതത്തിന്റെ മറ്റൊരു വശം നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ, കോപത്തെ ക്ഷമയായി മാറ്റുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി കാണപ്പെടുന്നു. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്നു. കാരണം സംയമനം മനുഷ്യനെ സാധാരണക്കാരനിൽ നിന്ന് അസാധാരണനാക്കുന്നു. ഇതുകൊണ്ടാണ് ചാണക്യൻ രാജാവായ ചന്ദ്രഗുപ്തനെ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ചത്: രാജാവിന്റെ ശക്തി വാളിലല്ല, മറിച്ച് അവന്റെ ക്ഷമയിലാണ്. അതുകൊണ്ടാണ് ഒരു സാധാരണ ബാലനെ അഖണ്ഡ ഭാരതത്തിന്റെ ചക്രവർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. 8.
കുടുംബത്തിലെ സ്വകാര്യ കാര്യങ്ങൾ വെളിപ്പെടുത്തരുത്. മിക്കവാറും എല്ലാ മനുഷ്യരും ചെയ്യുന്ന തെറ്റാണിത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കോ സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കമോ ആളുകൾ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നിങ്ങൾ ലോകത്തോട് പറയുമ്പോൾ ആളുകൾ അതിൽ വിഷം കലർത്താൻ തുടങ്ങും. ചാണക്യൻ പറഞ്ഞിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ വെക്കുക, എങ്കിൽ മാത്രമേ വീട് സുരക്ഷിതമായിരിക്കൂ. ഓർക്കുക, നിങ്ങളുടെ കുടുംബമാണ് നിങ്ങളുടെ ശക്തി. അതിന്റെ കുറവുകൾ ലോകത്തെ കാണിക്കരുത്. സ്നേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. പ്രശ്നങ്ങൾ ഒരുമിച്ചിരുന്ന് പരിഹരിക്കുക. ചാണക്യൻ ഇപ്രകാരം പറയുന്നു, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പുറത്തറിഞ്ഞാൽ അത് വംശത്തെ മുഴുവൻ മുക്കിക്കളയും. 9. നിയന്ത്രണമില്ലാത്ത മനസ്സ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ നിയന്ത്രണമില്ലാത്ത മനസ്സാണ്. നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുക. നമ്മൾ പുറത്തെ ശത്രുക്കളോട് പൊരുതും, പക്ഷേ ഉള്ളിലെ ശത്രുവിനോട് തോറ്റുപോകാറുണ്ട്. അത്യാഗ്രഹം, കോപം, അസൂയ, മടി ഇവയാണ് നമ്മുടെ ആത്മാവിനെ സാവധാനം കാർന്നു തിന്നുന്ന ആയുധങ്ങൾ. ഇന്ന് തന്നെ നിങ്ങൾ ഈ ശത്രുക്കളെ ജയിക്കുകയാണെങ്കിൽ ലോകത്ത് ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. കാരണം സ്വന്തം മനസ്സിന്റെ യജമാനായവനെ ഈ ലോകം മുഴുവൻ സ്വന്തമാക്കാൻ കഴിയും. എന്നാൽ സുഹൃത്തുക്കളെ, സത്യം എന്തെന്നാൽ മനസ്സിനെ ജയിക്കുക എളുപ്പമല്ല. ഇത് ദിവസവും ചെയ്യേണ്ട പരിശീലനമാണ്. ഓരോ ദിവസവും യുക്തി, ക്ഷമ, സംയമനം എന്നിവയിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മെരുക്കണം. ആലോചിച്ചു നോക്കൂ, ഒരു സാധാരണ ബാലനായ ചന്ദ്രഗുപ്തനെ തന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ചാണക്യന്റെ ഉപദേശത്തിലൂടെ മുന്നേറാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയില്ല? വ്യത്യാസം ഇത്രമാത്രം. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശത്രുവിനെ തിരിച്ചറിയണം. അവസാനമായി, നിങ്ങളുടെ പദ്ധതികൾ മറച്ചുവെക്കുക. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ കളി രഹസ്യങ്ങളുടെ കളിയാണ്. ചാണക്യൻ ഇപ്രകാരം പറയുന്നു, സ്വന്തം രാജ്യം കയ്യിലില്ലാത്ത വ്യക്തിയുടെ ജീവിതം മറ്റുള്ളവരുടെ കളിപ്പാവയായി മാറും. ഒന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ എല്ലാ പദ്ധതികളും, എല്ലാ സ്വപ്നങ്ങളും, എല്ലാ ബലഹീനതകളും നിങ്ങൾ എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തു ബാക്കിയുണ്ടാകും? ആളുകൾ നിങ്ങളുടെ ആശയങ്ങൾ മോഷ്ടിക്കും, നിങ്ങളുടെ ബലഹീനതകളെ ആയുധമാക്കും, നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കും. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുവോ അത്രത്തോളം ബഹുമാനം ലോകം നിങ്ങൾക്ക് നൽകും. എത്ര തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വലിയൊരു പ്ലാൻ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പറഞ്ഞ ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ആരെങ്കിലും നെഗറ്റീവ് അഭിപ്രായം പറയുന്നത്? ഇത് വളരെ ബുദ്ധിമുട്ടാണ്. നിന്നെ കൊണ്ട് പറ്റില്ല. പലപ്പോഴും അവരുടെ ഒരു വാക്ക് നിങ്ങളുടെ അധ്വാനത്തിന്റെ തീ കെടുത്തിക്കളയും. അതുകൊണ്ടാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകിയത്. നമ്മുടെ ഉപനിഷത്തുക്കൾ പഠിപ്പിക്കുന്നത് സത്യം വധ ധർമ്മം ചര എന്നാണ്. എന്നാൽ ആ സത്യം എവിടെ, ആരോട് വെളിപ്പെടുത്തണം എന്നതിലാണ് ജീവിത വിജയം ഇരിക്കുന്നത്. അനാവശ്യമായി തുറന്നു പിടിച്ച പുസ്തകമല്ല ജീവിതം, മറിച്ച് അമൂല്യമായ രത്നങ്ങൾ സൂക്ഷിച്ചു വെച്ച ഒരു പേടകമായിരിക്കണം. നമ്മൾ ഇന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടത്, എന്തുകൊണ്ടാണ് രഹസ്യം ശക്തിയാകുന്നത്, എന്തുകൊണ്ടാണ് സ്വകാര്യത ഏറ്റവും വലിയ ആയുധമാകുന്നത്. സുഹൃത്തുക്കളെ, ഈ 10 നീതികൾ വെറും നിയമങ്ങളല്ല, അവ നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ സംരക്ഷണ കവചങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുക, ഞാൻ ഇന്നു മുതൽ ഇനി ഇങ്ങനെയായിരിക്കുമെന്ന്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.